കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഈ ആഴ്ച നമ്മൾ കണ്ടു പൊന്നു അപർണ ഉണ്ടാക്കി പായസമൊക്കെ കുടിച്ച് അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. ഈ സമയത്ത് അബിയുടെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം പായസം എല്ലാവരും കുടിച്ചാ, പക്ഷെ പൊന്നു കുടിച്ച പായസത്തിൽ മാത്രം എന്തോ ഒന്ന് കലർന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പൊന്നു മയങ്ങി വീണതും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഒരു പക്ഷേങ്കില് അപർണ ഉണ്ടാക്കിയ പായസത്തിനകത്ത് എന്തെങ്കിലും അവൾ കലക്കിയിട്ടുണ്ടെങ്കിലോ? ഇപ്പം പൊന്നുവിനെ ഉദ്ദേശിച്ചല്ല, വീട്ടിലെ മറ്റാരെങ്കിലും ഉദ്ദേശിച്ച് അവൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിലോ? അങ്ങനെ പല പല സംശയങ്ങളും അബിയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. ഈ സമയം ജാനകി വെച്ച് എന്താ അബിയേട്ടാ, അബിയേട്ടൻ എന്താ ആലോചിക്കണേന്ന് ചോദിക്കുക. ഒന്നുമില്ല എന്ന് പറയാണ്. അതെ, ഇനി ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പൊന്നു കണ്ണു തുറന്ന് സംസാരിച്ചല്ലോ, കുഴപ്പമൊന്നുമില്ല. നാളെ വീട്ടിൽ പോകാന്നല്ലേ ഡോക്ടർ പറഞ്ഞെന്ന് പറയാം. ഈ സമയം ശരണ്യ എന്ത് ചെയ്യാണ്? ശരണ്യക്ക് മനസ്സിലായി താൻ ഇനി ഇവിടെ നിന്നിട്ടുണ്ടേ ശരിയാകത്തില്ല, തിരികെ വീട്ടിലേക്ക് പോയേക്കാം. പിന്നീട് അമൃതയോട് എന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ വീട്ടിലേക്ക് പോവാം അമൃത ചേച്ചി എന്ന് പറയണം. അതെന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ? ഒന്നുമില്ല എന്ന് പറയണം. അതെ, കുറച്ചു ദിവസം അവിടെ നിന്നിട്ട് പോയ പോരെ, നീ ഇപ്പൊ പെട്ടെന്ന് അങ്ങ് പോകേണ്ട കാര്യമുണ്ടോ? കാരണം അമൃതയും ശരണ്യം നല്ല കൂട്ടാണ്. അതുകൊണ്ടൊന്നും അല്ല, എനിക്ക് പോണം തോന്നി, അതുകൊണ്ടാന്ന് പറയണം. അങ്ങനെ ശരണ്യ അങ്ങോട്ട് പോവാ. ഈ സമയം അമൃത ഓർത്തു, ഇതെന്ത് പറ്റി ഇവൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാനായിട്ട്? പക്ഷേങ്കില് അപർണ കാരണമെന്നുള്ള സത്യമൊന്നും അമൃതയ്ക്ക് അറിയത്തില്ല. കാരണം അമൃത വിചാരിച്ചോണ്ടിരിക്കുന്ന അവളിപ്പോ കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായില്ലേ, അതുകൊണ്ടായിരിക്കും തിരികെ വീട്ടിലേക്ക് പോയത്. അത് അമൃതയോട് പറയുകയും ചെയ്തു, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമല്ലേ, ഇനിയിപ്പൊ വീട്ടിലേക്ക് പോയിരുന്നാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ശരണ്യ പോവുകയും ചെയ്തത്. പക്ഷെ ഇതൊക്കെ അപർണയുടെ തന്ത്രമാണെന്നുള്ള കാര്യം അമൃതയ്ക്കൊട്ട് അറിയത്തില്ലായിരുന്നു. പിന്നീട് കാണിക്കുന്ന പൊന്നുവിനെ ഡിസ്ചാർജ് ചെയ്ത് അബിയും ജാനിയും വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ പൊന്നു വീട്ടിൽ വന്നതിന് ശേഷം സൂര്യനാരായണനാണെങ്കിലും പ്രഭാവതിക്കാണെങ്കിലും ഒരു സന്തോഷമായത്. കാരണം പൊന്നുവിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതിനേക്കാൾ ഉപരി അമലിന്, എപ്പോഴും അമലിനോടൊപ്പം ചെറിയ ചെറിയെന്നും പറഞ്ഞ് നടക്കുന്ന ആളാണല്ലോ പൊന്നു. അങ്ങനെ പൊന്നുവിനെ കണ്ടതും അമൽ ഓടി വന്ന് പൊന്നുവിനെ വാരിയെടുത്ത് ഉമ്മ വെക്കുവാണ്. പിന്നീട് പൊന്നുവിനോട് ചോദിച്ചു, അതെ എന്റെ പൊന്നുവിന് എന്തു പറ്റിയായിരുന്നു ചോദിക്കും. അതെ ഞാനൊന്ന് ഉറങ്ങിപ്പോയി ചെറി എന്ന് പറയണം. ആണോ, സാരമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പൊന്നുവിനെ ചേർത്ത് പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം അകത്തേക്ക്. ഈ സമയം ജാനകിയോട് അഭിയോടും ചോദിച്ചു, അല്ല പൊന്നുവിന്റെ കാര്യം ഡോക്ടർ എന്ത് പറഞ്ഞെന്ന് ചോദിക്കുക. ഇത് കേട്ടൻ ജാനകി പറഞ്ഞു, ഫുഡ് പോയ്സൺ ആണെന്നാ ഡോക്ടർമാർ പറഞ്ഞിരുന്നേ, പക്ഷെ വിഷാംശം പോലെ എന്തോ ഒന്ന് പൊന്നുവിന്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞെന്ന് പറയാം. ഇത് കേട്ടൻ പ്രഭാവതി ചോദിച്ചു, വിഷാംശം പോലെ എന്തോന്നോ, അതെങ്ങനെ? അല്ല വേറെ എന്തെങ്കിലും പൊന്നു ഒന്ന് കഴിച്ചതെന്ന് ചോദിക്കാം. ഇല്ല, പൊന്നുവിനോട് ചോദിച്ച പൊന്നു പായസം മാത്രം കുടിച്ചോളെന്നാ പറഞ്ഞേ. ഇത് കേട്ടതും പെട്ടെന്ന് അപർണ പറഞ്ഞു, പായസം നമ്മൾ എല്ലാവരും കുടിച്ചതല്ലേ, പിന്നെ എങ്ങനെയാന്ന് ചോദിക്കുക. അത് ശരിയാണല്ലോ, അങ്ങനെയാണ്, പിന്നെ ഇത് എങ്ങനെയാ സംഭവിച്ചത്? അമൃത് പറഞ്ഞു, എവിടെ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഒരു കാരണവശാലും പൊന്നു ഇങ്ങനെ സംഭവിക്കത്തില്ല. നമ്മളെല്ലാരും പായസം കുടിച്ചാണെങ്കിലും ഒരു പക്ഷേങ്കില് പൊന്നു കുടിച്ച പായസം എന്തെങ്കിലും ഉണ്ടായിരുന്നെന്ന് അറിയില്ല എന്ന് പറയണം. ഇത് കേട്ട അമല് പറഞ്ഞു, അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ബാക്കി പായസവും അതോടൊപ്പം തന്നെ പൊന്നു കുടിച്ച പായസ ഗ്ലാസ് കാണുമല്ലോ, അതൊന്ന് ടെസ്റ്റ് ചെയ്യണം, നമുക്കറിയാം എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാലോ എന്ന് പറയാം. ഇത് കേട്ട അപർണയൊന്നും ഞെട്ടി. കൃത്യസമയത്ത് തന്നെ താൻ ഇടപെട്ടോണ്ടാ, അല്ലെങ്കിൽ ശരണ്യ എല്ലാം കുളവാക്കിയാനും. ആ ഗ്ലാസ് അവിടുന്ന് ശരണ്യ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി, താനത് വാങ്ങി നശിപ്പിക്കുകയും ചെയ്തു. ഇല്ലായിരുന്നെങ്കിൽ മിക്കവാറും കള്ളക്കളികളെല്ലാം പൊളിഞ്ഞേനം, താൻ ഈ അളകാപുരി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നേനം. ഭാഗ്യം കൊണ്ടാ താൻ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ സമയം അഭി ജാനകിയോട് പറഞ്ഞു, ജാനകി നീ ഒരു കാര്യം ചെയ്യുക, പൊന്നി ചിലപ്പോൾ കിടന്ന മുറിയിൽ ആ ഗ്ലാസ് കിടപ്പുണ്ടായിരിക്കും, നീ അത് പോയി എടുക്കാൻ പറയണം. എടുത്തോണ്ട് വാ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറയണം. അങ്ങനെ ജാനകി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അവിടെ ചെന്നിട്ട് അവിടെ ഫുള്ള് പരിശോധിച്ച് നോക്കി, പക്ഷെ അവിടെ എങ്ങും ഗ്ലാസ് കണ്ടില്ല. ഈ ഗ്ലാസ് ഇതെവിടെ പോയി? പിന്നെ അപ്പൊ ജാനകിക്ക് സംശയം, നീ ഇപ്പം നളിയടുത്ത് എങ്ങാനും വന്നെടുത്തോ, അതാ വേറെ ആരെങ്കിലും എടുത്തോ? പിന്നീട് ജാനകി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അതെ മുറിയിൽ എങ്ങും ഗ്ലാസ് ഇല്ല എന്ന് പറയണം. ഗ്ലാസ് ഇല്ലേ? പിന്നെ ഏതവിടെ പോയി? ഒരു പക്ഷെ നളിയേച്ചി അങ്ങനെ എടുത്തോണ്ട് പോയി കാണുമോ? പിന്നീട് നളിനിയുടെ അടുത്തേക്ക് ജാനകി ചെല്ലുവാണ്. ജാനകി എന്നിട്ട് ചോദിച്ചു, അല്ല പൊന്നു കുടിച്ച ഗ്ലാസ് ജാനകിയടുത്ത് എടുത്തായിരുന്നു ചോദിക്കുവാണ്. ഇത് കേട്ടതും നളിനിക്ക് അപകടം മണത്തു. നളിനി പെട്ടെന്ന് പറഞ്ഞു, ഞാനത് എടുത്തായിരുന്നു പറയാണ്, ഞാനതെടുത്ത് കഴുകി വെച്ചായിരുന്നു പറയാണ്. ഇത് കേട്ട ജാനകി, അതെന്താ പെട്ടെന്ന് അങ്ങനെ? അല്ല ഞാനവിടെ മുറി ചെന്ന് കഴിഞ്ഞപ്പോ ഗ്ലാസ്സോടെ കിടക്കുന്നുണ്ടോ, അതുകൊണ്ട് ഞാനിതെടുത്ത് കഴുകി വെച്ചാന്ന് പറയാം. ജാനകിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. നളിനിയുടെ വെപ്രാളവും വിഷമവും കണ്ടു കഴിഞ്ഞപ്പോ എന്തോ ഒരു പന്തികോടുള്ള പോലെ തോന്നുവാണ്. പക്ഷെ ജാനകി ഒന്നും ചോദിക്കാനൊന്നും പോയില്ല, തിരികെ മുറിയിലേക്ക് അങ്ങോട്ട് വന്നു. പിന്നീട് എല്ലാവരും പറഞ്ഞു, അതെ ആ ഗ്ലാസ് നളിനേച്ചി എടുത്തായിരുന്നു, അത് കഴുകി വെച്ചെന്നാ പറഞ്ഞെന്ന് പറയാം. ഇത് കേട്ട അമല് പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആകെപ്പാടെയുള്ള പ്രതീക്ഷ ആ ഗ്ലാസ് ആയിരുന്നു, അതും പോയല്ലോ. അപ്പൊ പൊന്നൂന്റെ ഉള്ളിൽ ചെന്നാൽ എന്താന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ എന്ന് പറയണം.
ഇത് കേട്ടതും സൂര്യനാരായണൻ പറഞ്ഞു, ഇനിയിപ്പോ കുഴപ്പമില്ല, എന്താണ് പൊന്നൂനെ നമുക്ക് തിരികെ കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. ഇത്ര സമയം എല്ലാവർക്കും എത്രമാത്രം ടെൻഷനായിരുന്നു. ഇനിയിപ്പോ അങ്ങനെയൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയാം. ഇത് കേട്ടപ്പോ അമൃത പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, ഇപ്പൊ നമ്മൾ എല്ലാവരും ഉള്ളപ്പോഴല്ലേ സംഭവിച്ചേ, ഇനിയിപ്പൊ നാളെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് ആര് കണ്ടെന്ന് ചോദിക്കുക. പെട്ടെന്ന് പ്രഭാവതി പറഞ്ഞു, അത് ശരിയാ, അത് ശരിയായിട്ടുള്ള കാര്യമാണല്ലോ എന്ന് പറയാണ്. ജാനകി പറഞ്ഞു, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലമ്മേ, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാന്ന് പറയാണ്. പിന്നീട് പൊന്നൂനെ കൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പം അഭിയോട് ജാനകി പറഞ്ഞു, എനിക്കെന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് അഭിയേട്ടാന്ന് പറഞ്ഞ. എന്താ, നീ എന്താ അങ്ങനെ പറയാൻ കാരണം? അല്ല, നള്ളേച്ചിയുടെ ഞാൻ പായസത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നള്ളേച്ചിയുടെ മുഖത്തൊരു വെപ്രാളമൊക്കെ ഞാൻ കണ്ടെന്ന് പറയാണ്. എന്തോ എനിക്ക് അവരെ അത്രയും കൂടെ വിശ്വാസം പോരെന്ന് പറയാം. ഇത് കേട്ടത് അഭി പറഞ്ഞു, ഞാൻ മുമ്പേ നിന്നോട് പറഞ്ഞല്ലേ അവരെ ഇനി ഇവിടെ നിർത്തണ്ട, പറഞ്ഞു വിട്ടേക്കാനായിട്ട്, എന്നിട്ട് നീ സമ്മതിക്കായിരുന്നല്ലേന്ന് ചോദിക്കും. അല്ല, അത് പിന്നെ ഞാൻ നള്ളേച്ചിക്ക് ഒരു കുടുംബമൊക്കെ ഉള്ളതല്ലേ, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടാൻ എളുപ്പാ. പിന്നെ അവരെങ്ങനെ ജീവിക്കും, പെട്ടെന്ന് ഒരു ജോലി ശരിയാകാന്ന് വെച്ചാ അത് നടക്കുന്ന കാര്യമില്ല. അത് മാത്രമല്ല, ഇവിടുത്തെ പോലെ ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി, അത് മാത്രമല്ല ഇത്ര ശമ്പളത്തോടും കൂടിയിട്ട് അവർക്കിനി വേറൊരിടത്തും ജോലി കിട്ടത്തില്ലോ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നീ അനുഭവിച്ചോ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞിട്ട് അബി അങ്ങോട്ട് ദേഷ്യപ്പെടുവാണ്. കാരണം അബിയുടെ ഉള്ളിലും ചില സംശയങ്ങളുണ്ട്, അതുകൊണ്ടാണ് അബി അങ്ങനെ ദേഷ്യപ്പെട്ടെ. ഈ സമയം അപർണയ്ക്ക് വല്ലാത്ത ടെൻഷനായിപ്പോയി. കാരണം അപർണയ്ക്ക് മനസ്സിലായി, ഒരു പക്ഷേങ്കില് ഇനിയിപ്പം നളിനേച്ചിയെ എങ്ങാനും സംശയം തോന്നി ജാനകി ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും. നളിനേച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പുറത്തൊന്നും പറയില്ലെന്ന്. പക്ഷെ അത് എത്രമാത്രം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം നളിനേച്ചിനെ ശരിക്കും ചോദ്യം ചെയ്ത തത്ത പറയുന്ന എല്ലാ കാര്യങ്ങളും പറയും. ഇതിനു മുമ്പ് അനുഭവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു ടെൻഷനിലായിരുന്നു അപർണ. പിന്നീട് അപർണ നേരെ തമ്പീനെ വിളിക്കുകയാണ്. എന്താ മോളെ, എന്താ കാര്യം എന്ന് ചോദിക്കാം. അച്ഛാ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാ. ടെൻഷനോ നിനക്കാ? നിനക്കെന്തിനാ ടെൻഷൻ? അല്ല, അത് പിന്നെ അച്ഛാ, നീ കാര്യം പറ മോളെ. അല്ല, ആ പൊന്നുവിന്റെ പായസം, അത് പായസം അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. പൊന്നുവിന് പായസം കൊടുത്ത ക്ലാസ്സൊക്കെ നീ നശിപ്പിച്ച് കളഞ്ഞെന്നല്ലേ പറഞ്ഞേ. നശിപ്പിച്ച് കളഞ്ഞച്ചാ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആ ജാനകി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടിയാ. അവൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നളിനേച്ചിയെ ചോദ്യം ചെയ്യും. എനിക്ക് പായസം ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന ഉള്ള കാര്യമൊക്കെ അവർക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നേ. അങ്ങനെയാണെങ്കിൽ നളിനേച്ചി ഉണ്ടാക്കിയെന്ന് മനസ്സിലാകുകയും ചെയ്യും. പിന്നീട് ഞാൻ ഉണ്ടാക്കിയത് എന്തിനാന്ന് കള്ളൻ പറഞ്ഞെന്നോ അങ്ങനെ നൂറ് സംശയങ്ങൾ ജാനകിയുടെ ഉള്ളിലുണ്ടാവും. പിന്നെ നളിനേച്ചി അത് ചിലപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കും, ഞാൻ പറഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അപ്പൊ അത് എന്തിനാന്നുള്ള ചോദ്യം വരും. പിന്നീട് അറിയാലോ ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്താന്ന്. എന്റെ മോൾ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. ദേ, നളിനി ഇവിടുത്തെ ചോറ് കുറെ കാലം ഉണ്ടാവല്ലേ, അപ്പൊ അവൾ എന്താണോ ഒറ്റ കൊടുക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. അതൊക്കെ ശരി തന്നെ അച്ഛാ, പക്ഷെ ജാനകിയുടെ മുന്നിൽ പിടിച്ചു വയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയാം. അതോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട, എന്ത് വന്നാലും നിന്നോടൊപ്പം ഈ അച്ഛനുണ്ടാവും. പക്ഷെ വേറൊരു കാര്യം, ഇനി ഇതുപോലത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിച്ചു വെക്കലെന്ന് പറയാം. ഇല്ലച്ചാ, ഇനി ഇങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കത്തില്ല. അതെ, നമ്മുടെ ലക്ഷ്യം ഈ വിളക്കെടുപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല, അളകാപുരിയുടെ കീയ് അത് നമ്മുടെ കയ്യിൽ കിട്ടണം. അറിയാലോ, എനിക്കറിയാം അച്ഛാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കാൻ പറയണം. പിന്നീട് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അമൽ അങ്ങോട്ട് വന്നു. അമൽ വന്നിട്ട്, ചെന്താ നീ ഭയങ്കര ടെൻഷനിലാണല്ലോ. അതെ, ഞാൻ ചിലപ്പോൾ ടെൻഷൻ അടിച്ചെന്നിരിക്കും, നിനക്ക് വല്ല കുഴപ്പമുണ്ടെന്ന് ചോദിക്കാം. എന്റെ പൊന്നോ, ഇതിപ്പോ നല്ലതെന്ന് പറയാൻ പറ്റില്ല, ചീത്തയും പറയാൻ പറ്റില്ല. എന്ത് വെള്ളം ചെയ്തോ, ഞാൻ അറിയാതൊന്ന് ചോദിച്ചു പോയതാന്ന് പറയണം. ഈ സമയം അപർണ എന്ത് ചെയ്യണം, ദേഷ്യപ്പെട്ട മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പിന്നീട് കാണിക്കുന്ന ശരണി ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. ജാനകിയോട് സത്യങ്ങളൊന്നും തുറന്നു പറയാനും പറ്റില്ല. ഒരു പക്ഷെ താൻ അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ പറയായിരുന്നു. പക്ഷെ താനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അപർണേച്ചി എന്ത് ചെയ്യുമെന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവും. ഒരു കാരണവശാലും ഇനിയിപ്പോൾ താൻ കാരണം ആ കുടുംബത്തിൽ വഴക്കൊന്നും ഉണ്ടാവരുത്. എപ്പോഴെങ്കിലും ജാനിയടുത്ത് ബുദ്ധിയുള്ളവരാണ്, ജാനിയടുത്ത് ഉറപ്പായിട്ട് അത് കണ്ടുപിടിക്കും. ഇല്ലെങ്കിൽ തനിക്കിനി പറയാൻ പറ്റില്ല. എപ്പോഴെങ്കിലും തനിക്കൊരു അവസരം കിട്ടും, അപ്പോഴെന്താളും പറയാന്നൊക്കെ ഓർത്ത് ശരണ്യെ അങ്ങനെ സമാധാനിക്കുകയാണ്. ഈ സമയം അജയനെയും നിരഞ്ജന ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി അജയ് കാര്യങ്ങളൊക്കെ? പൊന്നു വീട്ടിലെത്തിയെന്ന് ചോദിക്കാം. പൊന്നു വീട്ടിലെത്തി, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. അല്ല, അന്നേക്ക് പിന്നെ ഇനിയിപ്പം നമ്മുടെ കാര്യം വീട്ടിൽ സംസാരിക്കാൻ മേലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും അജയ് പെട്ടെന്ന് പറഞ്ഞു, നീ എന്തറിഞ്ഞിട്ടാ നിരഞ്ജനെ പറയണേ? അല്ലെങ്കിൽ തന്നെ എല്ലാരും ഇപ്പോഴൊന്ന് ഒരു സമാധാനത്തോടെ ഇരിക്കുന്നുള്ളൂ. അതിന്റെ ഇടയ്ക്കിലേക്ക് ഞാൻ നീ ഇപ്പൊ കല്യാണക്കാരും പറഞ്ഞുകൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അത് മതി, അടുത്ത പ്രശ്നം ഉണ്ടായിരുന്നു പറയാം. എത്ര കാലം അജയേട്ടൻ നമ്മൾ ഇങ്ങനെ കഴിയണേ, അറിയാലോ. ഇത് അച്ഛൻ ഇവിടെ ഓരോന്നോരോന്നും കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് അധികകാലം ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാ, നീ നിന്റെ അച്ഛനോട് തന്നെ സംസാരിക്കുക. എന്താണെങ്കിലും എന്റെ വീട്ടുകാരെ സമ്മതിക്കാതെ എനിക്ക് ഇടപെടുന്ന ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടും പെട്ടെന്ന് നിരഞ്ജന, ഒരു കാര്യം ഞാൻ ചെയ്യും, കുറെ ദിവസം കൂടെ ഞാൻ നോക്കും, എന്നിട്ടും
അജയേട്ടന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരൂട്ടാ കയറി. കാരണം എന്റെ കഴുത്തിൽ കിടക്കുന്ന അജയേട്ടൻ കെട്ടിയ താലിയ, ആ ഒരു ഓർമ്മ വേണമെന്ന് പറയാം. ഇതോടെ അജയ് പറഞ്ഞു, എന്റെ നിരഞ്ജന, ഞാൻ പറയുന്നൊന്ന് അനുസരിക്കുക. എനിക്ക് കുറച്ചും കൂടി ഒരു സാവകാശം താ. ഇതേ എനിക്ക് അല്ല തന്നെ സമനില തെറ്റി നിൽക്കുവാന്ന് പറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുവാണ്. ഈ സമയം അജയ് ഓർത്ത് ഇത് വല്ലാത്ത പുലിവാലായെന്ന് തോന്നുന്നേ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഇപ്പൊ ഈ കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പ്രശ്നവും. അല്ലെങ്കിൽ തന്നെ അഭിയേട്ടനാണെങ്കിലും ജാനിയേട്ടനാണെങ്കിലും വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു 2 ദിവസമായിട്ട്. ഇപ്പൊ അതൊന്ന് തണുത്ത് വരുന്നേ ഉള്ളൂ. ഈ സമയം ജാനി ഇങ്ങനെ ആലോചിച്ചു, നല്ലേച്ച് എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഒരു പക്ഷെ നല്ലേച്ചൊരു സത്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുമായിരിക്കും. അങ്ങനെ ആരുമില്ലാത്ത സമയം നോക്കി നേരെ ജാനകി നളിനിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ നളിനി അടുക്കള ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. നല്ലേച്ചി, ഞാൻ ഒരു കാര്യം ചോദിച്ചു നല്ലേച്ചി സത്യം പറയുന്നു ചോദിക്കുക. എന്താ മോളെ? ഞാൻ മോളോട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കുക. അല്ല, പൊന്നു കുടിച്ച പായസത്തിനകത്ത് എന്തെങ്കിലും ആരെങ്കിലും കലക്കാരും ചോദിക്കുക. ഈ ചോദ്യം കേട്ട് നളിനി ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. എന്തു മറുപടി പറയണമെന്ന് അറിയില്ല. ഒരു പക്ഷെ താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തൻ്റെ ഇവിടുത്തെ ജോലി പോവും. പറഞ്ഞില്ലെങ്കിലോ അത് പിന്നെ അതിനേക്കാളും വലിയ പ്രശ്നമാവും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയല്ലേ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോ ഒരു പക്ഷെ നല്ലൊരു സത്യങ്ങളൊക്കെ വിളിച്ചു പറയുമെന്ന് അറിയത്തില്ല. അപർണയാണ് അത് ചെയ്യിച്ചെന്നൊക്കെ ഉള്ളത്. അങ്ങനെ വന്നാലും ഒരു പക്ഷെ ജാനകി അത് പുറത്തു പറയാൻ വഴിയില്ല. കാരണം അമലിന്റെ ജീവിതം തകരുമല്ലോ എന്ന് ഓർത്തിട്ട്. എന്താണല്ലോ ഒരു കാര്യം ഉറപ്പാ, ജാനകി സത്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.